ഇസ്രായേൽ നഗരങ്ങളിൽ നിന്നും പരിപൂർണമായി ജനങ്ങളെ ഇപ്പോൾ ഓരോരുത്തരെയായി അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായി ഇസ്രായേലിൽ നിന്നും ആൾതാമസം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്നും മാറ്റാനും അവിടെ നിന്നുള്ളവരെ അമേരിക്കയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. കാരണം ഇസ്രായേൽ നഗരം 25,000 സ്ക്വയർ കിലോമീറ്റർ വെന്തുചാരമാകാൻ പോവുകയാണ്. പരിപൂർണമായി ഹൈഫയും തെല്ലവീവും ഒക്കെ ശവപ്പറമ്പായി മാറുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത്രയേറെ മാരക ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇറാന്റെ പരമോന്നതാധികാരി തയ്യാറെടുക്കുകയാണ്. കാരണം ഇസ്രായേൽ ഭരണാധികാരിയായ നെതന്യാഹുവിൻ്റെ തെമ്മാടിത്തരത്തിന് ചോരയ്ക്ക് ചോര എന്ന രീതിയിലാണ് മുജ്തബ ഖമനേയി കൃത്യമായ മറുപടി ആയുധം കൊണ്ട് പറയുന്നത്. അവർക്ക് ആണവ പരീക്ഷണത്തിനുള്ള സാധ്യതകളെല്ലാം തകർത്തെറിഞ്ഞ അമേരിക്കയോട് വളരെ വ്യക്തമായി പറയുന്നു, ഞങ്ങൾക്ക് ആണവായുധം സപ്ലൈ ചെയ്യാൻ ചൈനയും റഷ്യയും തയ്യാറായി നിൽക്കുന്നു. ഒപ്പം ഉത്തര കൊറിയയും. 3 രാജ്യങ്ങൾ ഏത് നിലയ്ക്കും ഇറാനെ സഹായിക്കാൻ നിൽക്കുകയാണ്. അവിടെ ഹോർമൂസ് കടലിടുക്ക് പരിപൂർണമായി നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തുകൊണ്ട് ഇറാൻ ലോകത്ത് മുഴുവൻ ഇന്ധന പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അധിക ദിവസം ഈ യുദ്ധം നീണ്ടുപോയാൽ പാചകവാതകം ഒരു രാജ്യത്തും കിട്ടാതെ പട്ടിണിയിലേക്ക് പോകുന്ന രീതിയിലേക്ക്, അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ കഷ്ടതയിലേക്ക് പോകുന്ന രീതിയിലേക്ക് മാറും. ഇത് ലോകരാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ ആവാസ വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഇറാൻ ഈ രീതിയിൽ യുദ്ധം തുടരുമ്പോൾ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടുപിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള നിഗമനങ്ങളെടുക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ ഡെമോക്രാറ്റുകൾ തൊലിയുരിച്ചു വിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കയെ നശിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ച് ഡെമോക്രാറ്റുകൾ സെനറ്റിലും അതുപോലെ സഭയിലും ശക്തമായി ഉറഞ്ഞു തുള്ളുകയാണ്. ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റ് സ്ഥാനത്തെത്തിയതിനു ശേഷമുള്ള അമേരിക്കയുടെ സാമ്പത്തിക തകർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കയ്ക്ക് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് രീതിയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ല. അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ നെതന്യാഹുവിന് ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. യമനിലെ യഹൂദി വിമതരും ഹമാസിലെ അവശേഷിക്കുന്നവരും ഹിസ്ബുള്ളയും ഇസ്രായേലിനെ പണിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു താമസവും അവർക്കില്ല. അവർ കൃത്യമായി ചെങ്കടലിൽ തുടർന്നും ശക്തമായിട്ടുള്ള നീക്കം നടത്തുകയാണ്. ഇറാൻ കപ്പൽ മുക്കിയതിന് പകരത്തിന് പകരമെന്ന രീതിയിൽ ഇസ്രായേലിലെ ഒരു കപ്പലും കടലിൽ തന്നെ ഇറങ്ങില്ല എന്ന് യഹിയ സരി വ്യക്തമാക്കിയിരിക്കുകയാണ്. മുജ്തബ ഖമനേയിയുടെ ആജ്ഞ എത്രത്തോളം ശക്തവും ഭയാനകവുമാണെന്ന് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു.